എല്ലാവർക്കും സംസ്കൃതി UGC നെറ്റ് പേപ്പർ 1 PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ സെഷനിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, which of the following is an example of qualitative research? Option A, experimental research. B, ex post facto research. C, descriptive survey research. D, grounded theory research. ഏതൊക്കെ വരും? ഗ്രൗണ്ടഡ് തിയറി റിസർച്ച്. വെരി ഗുഡ്. ഗ്രൗണ്ടഡ് തിയറി റിസർച്ച് ആണ് ഇതിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഗ്രൗണ്ടഡ് തിയറി? നമ്മൾ നേരത്തെ കണ്ടു. ഒരു ബേസ്ഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ജനറേഷൻ ഓഫ് തിയറി ആൻഡ് ബേസ്ഡ് ഓൺ എ ഗ്രൗണ്ടഡ് ഡാറ്റ. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയിൽ നിന്നുകൊണ്ട് മറ്റൊരു തിയറിയോ അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഫൈൻഡിങ് അതിൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൗണ്ടഡ് തിയറി റിസർച്ച് എന്ന് പറയാം. എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമ്മൾ മാനിപ്പുലേഷൻസ് പോസിബിൾ ആണെന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എക്സ്പോസ്റ്റ് ഫാക്ടോയിൽ എന്താണ്? എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, അതായത് നടന്ന ഇവന്റ്സിനെയോ ഫാക്ട്സിനെയോ ബേസ് ചെയ്തിട്ടുള്ളതാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ. ഡിസ്ക്രിപ്റ്റീവ് എന്താണ്? കളക്ട്സ് ഡാറ്റ ഫ്രം സാമ്പിൾസ് ടു ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക്സ്. കുറച്ച് നെറേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Creating purpose statements, research questions and hypotheses that are narrow and measurable would mark the characteristic features of which research? Option A, narrative research. B, ethnographic research. C, grounded theory research. D, experimental research. നറേറ്റീവ് റിസർച്ച്. നറേറ്റീവിലാണോ? നറേറ്റീവിൽ ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം വരുമോ? നറേറ്റീവില് മെഷറബിൾ വേരിയബിൾസ് അല്ലെങ്കിൽ മെഷറബിൾ ഡാറ്റ വരുമോ? എക്സ്പെരിമെന്റൽ ആവും. എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ആക്ഷൻ റിസർച്ച് is used primarily to improve a given situation by a practitioner. Statement 2, applied research is directed at exploring applicability of principles already established. Choose the correct option. Option A, both 1 and 2 are correct. Option B, both 1 and 2 are incorrect. Option C, 1 is correct. And option D, 2 is correct. ഓപ്ഷൻ ഡി ആണോ പറഞ്ഞത്? ഓപ്ഷൻ എ, ബോത്ത് ആർ കറക്റ്റ് അല്ലേ? ആക്ഷൻ റിസർച്ച് ഈസ് യൂസ്ഡ് ടു പ്രൈമർലി ഇംപ്രൂവ് ദ സിറ്റുവേഷൻ ഗിവൺ ബൈ എ പ്രാക്ടീഷണർ. ഇവിടെ പ്രാക്ടീഷണറും റിസർച്ചറും എക്സാമിനറും ഒക്കെ ആക്ഷൻ റിസർച്ചിൽ ഒരാൾ തന്നെ ആയിരിക്കാനാണ് കൂടുതലായിട്ടും ചാൻസ്. ഒക്കെ ആക്ഷൻ റിസർച്ചിന്റെ മറ്റൊരു ഫീച്ചർ ആണത്. അവിടെ പ്രാക്ടീഷണർ ആണെങ്കിലും ശരി, റിസർച്ചറും എക്സാമിനറും ഒക്കെ ആരാണ്? ഒരാൾ തന്നെ, സെയിം പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ്. ആക്ഷൻ എന്നുള്ള വേർഡ് തന്നെ ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് നമുക്ക് എവിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ളത് കറക്റ്റ് ആണ്. ഇനി അപ്ലൈഡ് റിസർച്ച് ഈസ് ഡയറക്റ്റഡ് അറ്റ് എക്സ്പ്ലോറിംഗ് ആപ്ലിക്കബിലിറ്റി. അതും വെരി എന്താണ്, ഒരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു തന്നെയാണ്. എക്സ്പ്ലോറിംഗ് ആപ്ലിക്കബിലിറ്റി എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ കർട്ട് കെ ലെവിൻ. ഈ ആക്ഷൻ റിസർച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ആക്ഷൻ റിസർച്ച്. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാൻ, സെക്കൻഡ് ആക്ട്, ദെൻ ഒബ്സർവ് ആൻഡ് ദെൻ റിഫ്ലക്ട്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ആക്ഷൻ റിസർച്ചിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. ഫസ്റ്റ് പ്ലാൻ, ദെൻ ആക്ട്, ദെൻ ഒബ്സർവ്, ദെൻ റിഫ്ലക്ട്. ഇതാണ് അതിന്റെ അപ്രോച്ച്. അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ആണ് അത് goal, and it is mostly used in educational related studies and professional expertise. The beneficiary and the researcher are the same, and it is qualitative in nature. In applied research endana? To find solutions for particular problems or to analyze specific issue. It is designed to answer specific questions aimed at solving practical problems, and a follow-up research design that further investigates the findings of pure or basic research in order to validate these findings and apply them to create innovative solutions. Problems solve ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു given theory അല്ലെങ്കിൽ ഒരു given
ആയിട്ടുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു പുതിയ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ തന്നിട്ടുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആണോ കറക്റ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനൊക്കെയാണ് അപ്ലൈഡ് റിസർച്ച് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ. When a researcher, next question ആണ്, when a researcher rejects the null hypothesis and accepts the alternative hypothesis, what type of error is it? Option A, type 1 error, B, type 2 error, option C, both type 1 and type 2 error, option D, neither type 1 or type 2 error. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ടൈപ്പ് 1 എറർ. ഓപ്ഷൻ എ ടൈപ്പ് 1 എറർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ. ഇനി എന്താണ് ടൈപ്പ് 1 എറർ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എപ്പോഴും നമ്മൾ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്കൊരു നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാവും, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ടാവും. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. ഓക്കെ. അപ്പോ ആ സമയത്ത് നമുക്കൊരു എറർ സംഭവിച്ചു എന്ന് കാണുകയെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുകയും ചെയ്തു, ആൾട്ടർനേറ്റീവ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അതിനർത്ഥം നൾ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ റിജക്ട് ചെയ്തു, അതുകൊണ്ടാണല്ലോ എറർ വന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ടൈപ്പ് 1 എറർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്തു, എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തു, അതിൽ എറർ വന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 2 ആണ്. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ എറർന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലാതെ വേറൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ എറർ ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ thesis, format and styles of referencing have been inappropriately followed. This is an example of A, technical lapse on the part of the researcher, B, unethical practice of the researcher, C, inability of the researcher to write a thesis, D, lack of commitment of researcher to the part of writing a thesis. നമ്മൾ മുന്നേ കണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ട് സിമിലർ. ഓപ്ഷൻ എ ആണോ മിസ്സേ? ടെക്നിക്കൽ ലാബ്സ്. വെരി ഗുഡ്. കാരണം ഫോർമാറ്റിങ്ങും സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ് ഒക്കെ ഏത് ഭാഗത്ത് വരുന്നതാണ്, തിസിസിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ വരുന്നതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് പ്ലാജിയറിസം ഇൻ റിസർച്ച്? ഓപ്ഷൻ എ, ക്രിയേറ്റീവ് യൂസ് ഓഫ് പ്രീവിയസ് ഡാറ്റ. ഓപ്ഷൻ ബി, കോപ്പിയിങ് അൺസ്ക്രൂപ്പുലസ്ലി ആൻഡ് മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്. ഓപ്ഷൻ സി, quoting someone and citing him or her. Option D, referring to previous data and working over it with new objectives. Plagiarism എന്താണ്? ഓപ്ഷൻ ബി ആണ് മിസ്സേ. ഓപ്ഷൻ ബി, കോപ്പിയിങ് അൺസ്ക്രൂപ്പുലസ്ലി ആൻഡ് മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്. അതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ. ക്രിയേറ്റീവ് യൂസ് ഓഫ് പ്രീവിയസ് ഡാറ്റയും വരില്ല. ക്രിയേറ്റീവ് നമുക്ക് എക്സിസ്റ്റിംഗ് ഡാറ്റ യൂസ് ചെയ്യാം, പക്ഷെ അതിനെന്താണ് എപ്പോഴും അത് നമ്മൾ അക്നോളജ് ചെയ്യണം, സൈറ്റ് ചെയ്യണം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ നേരത്തെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് പറഞ്ഞ സെയിം കാര്യമാണ്. ഓക്കെ. സിമ്പിൾ ആണ്, കാരണം നമ്മൾ ഇത് തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ. ഫസ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ, ഓർഡർ, ഈക്വൽ യൂണിറ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് സീറോ. ഏതിനാണ് വരിക എന്നുള്ളത് നോക്കാം. ക്ലാസിഫിക്കേഷൻ, ഓർഡർ ആൻഡ് ഈക്വൽ യൂണിറ്റ്സ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഡർ. സിമ്പിൾ ആണ്, പെട്ടെന്ന് പറയൂ. നോമിനൽ ക്ലാസിഫിക്കേഷൻ. നോമിനൽ ക്ലാസിഫിക്കേഷൻ. B4, C2, D1. യെസ്, സിമ്പിൾ ആണ് അല്ലെ? ഇനി നെക്സ്റ്റ് വൺ. A variable that is manipulated is called, first one, control variable, 2, dependent variable, 3, independent variable, 4, confounding variable. Independent variable. Independent variable ആണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, റിസർച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ ആണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യം ആണെന്ന് പറയാൻ വയ്യ. ഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യും. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ മാനിപ്പുലേഷൻ വരുത്തുമ്പോൾ ഡിപെൻഡന്റ് വേരിയബിൾ
സ്വാഭാവികമായും ചേഞ്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ അഗെയിൻ സാമ്പിളിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Sampling is the process of selecting units from a population to collect data for the research. The sample should be representative of population. In which of the sampling methods units comprising its constituents are groups taken intact rather than individually? Option A, cluster sampling method. B, simple random method. C, systematic sampling method. D, dimensional sampling method. Cluster മെത്തേഡ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിലെല്ലാം ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ്മെന്റ് 1, deduction is the process of deriving generalizable conclusions from specific observations. Statement 2, positivism supports the use of natural science methods in the study of social phenomena. Correct. Choose the correct answer. Option A, both statement 1 and statement 2 are correct. Option B, both statement 1 and 2 are incorrect. C, statement 1 is correct but statement 2 is incorrect. Option D, statement 1 is incorrect but statement 2 is correct. Option A. A ആണോ വരുന്നത്? ശരിക്കും വായിച്ചേക്ക്. സിമ്പിൾ ആയിട്ടുള്ള ശരിയല്ല മിസ്സേ. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഡിഡക്ഷൻ ഡ്രൈവിംഗ് ജനറലൈസബിൾ ആണോ? അല്ല, അത് തെറ്റാണ്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ഡിഡക്ഷൻ ഇൻഡക്ഷൻ ഒക്കെ നമ്മൾ എത്രയോ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് ഡിഡക്ഷനും ഇൻഡക്ഷനും. ഓക്കെ, ഈവൻ റീസണിംഗിലും ലോജിക്കൽ റീസണിംഗിലും നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഡിഡക്ഷൻ ഇൻഡക്ഷൻ എന്നുള്ളത്. ഓക്കെ, തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതെന്ന് പറയൂ. കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചേഴ്സ് ആർ മോർ ഫോക്കസ്ഡ് ഓൺ A, measurement. B, causality. C, generalization. D, replication. And choose the correct answer from the options. Causality. Option C. Causality വരുന്നുണ്ട്, generalization വരുന്നുണ്ട്, replication വരുന്നുണ്ട്, മെഷർമെന്റ് വരുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെഷർമെന്റ് വരും. അപ്പോ ഓപ്ഷൻ ഡി, എ ബി സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the similarities between quantitative and qualitative research. A, both focus on data. B, just data. Both emphasize contextual understanding. C, both prioritize generalization. E, both aim to answer research questions. ഇതിൽ ഏതൊക്കെയാണ് ആൻസർ വരുന്നത് എന്ന് പറയുന്നത്? എ ശരിയാണ്. എ വരും, both focus on data reduction. Then E വരില്ല മിസ്സേ. ബിയോ ബിയും വരും, ഇ വരും, both aim to answer research question. അതെന്തായാലും വരും. Then സിയും ഡിയും വരുമോ? both emphasize contextual understanding എന്നുള്ളത് തെറ്റാണ്. ബി വരും, ഡി. both prioritize generalization ആണോ? ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും രണ്ടിലും വരില്ല അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതൊക്കെയാണ്? എ വരും, ബി വരും ആൻഡ് ഇ വരും. അപ്പൊ ഓപ്ഷൻ ഡി, എ ബി ആൻഡ് ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ്മെന്റ് 1, induction involves deriving generalizable inferences from specific observations. Statement 2, positivism supports application of natural science methods to study social reality. Similar ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ കണ്ടു അല്ലേ? ഓപ്ഷൻ എ, both statements are correct. ഓപ്ഷൻ ബി, both statements are incorrect.
Option C, statement 1 is correct. D, statement 2 is correct. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. Statement 1, qualitative research lays emphasis on contextual understanding. Statement 2, quantitative research is typically highly unstructured. In the light of above statements, choose the most appropriate answer from the options given below. Option A, both statement 1 and statement 2 are correct. Option B, both statement 1 and statement 2 are incorrect. Option C, statement 1 is correct. Option D, statement 2 is correct. ഓപ്ഷൻ എ. Option A ആണോ? 1 ശരിയാണ്, 2 തെറ്റാണ്. കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എംഫസിസ് ഓൺ കോണ്ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്. ക്വാളിറ്റേറ്റീവ് ആണ്, കോണ്ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ടിപ്പിക്കലി ഹൈലി അൺസ്ട്രക്ചേർഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? കാരണം ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. സ്റ്റേറ്റ്മെന്റ് 1 is correct and statement 2 is incorrect എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്ട്രക്ചേർഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം റിസർച്ചേഴ്സ് യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ്സ് ടു കളക്ട് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ആൻഡ് അനലൈസ്ഡ് statistically using methods such as surveys, experiments and content analysis. In academic writing, the abbreviation FN is used to represent. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പെടാത്തൊരു അബ്രീവിയേഷൻ കണ്ടപ്പോൾ കൊടുത്തേ ഉള്ളൂ. എന്താണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ എ ഫോർനോൺ, ബി ഫുട് നോട്ട്, സി ഫോർവേഡ് പേജ് നമ്പർ, ഡി ഫോളോയിങ് പേജ് നമ്പർ. ഓപ്ഷൻ ബി ഫുട് നോട്ട്. ഓപ്ഷൻ ബി ഫുട് നോട്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് പഠിക്കാനുള്ളത്, അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Quantitative research can be construed as a research strategy that usually, option A, entails a deductive approach to the relationship between theory and research. Option B, emphasizes an inductive approach to the relationship between theory and research. Option C, rejects the practices and norms of natural scientific model and of positivism in particular. Option D, embodies a view of social reality as a constantly shifting emergent property of individuals' creation. ഓപ്ഷൻ ബി. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. Option A, deductive approach. കറക്റ്റ് ആണ്. ഓക്കെ, ഡിഡക്റ്റീവ് അപ്രോച്ച് ക്വാണ്ടിറ്റേറ്റീവില് വരുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. The purpose of theory is to generate hypotheses that can be tested and that will be thereby allow explanation of laws to be assessed. The above statement refers to the principle of option A, objectivism, option C, inductivism, B, constructionism, D, deductivism. ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനറേറ്റ് ഹൈപ്പോത്തസിസ് can be tested and thereby allow explanation. ഡിഡക്റ്റീവ്സ് ആണോ സർ? ഡിഡക്റ്റീവ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഓൾമോസ്റ്റ് എല്ലാ എൻറ്റയർ ഏരിയാസും എൻറ്റയർ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഇതൊക്കെ വീണ്ടും റിവൈസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സിമ്പിൾ ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പേപ്പർ 1. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാനും എഴുതാനും വേണ്ടി പറ്റുന്ന ഈ സെഷനോട് കൂടി പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫർദർ സെഷൻസ് ആവശ്യമില്ലല്ലോ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെഷനിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്, പുതിയ ഒരു ഏതെങ്കിലും ഏരിയ എടുത്തിട്ട് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് അപ്പ് ഫോർ ടുഡേ ആൻഡ് താങ്ക് യു.